റിപ്പോർട്ടർ ഫോളോ അപ്പ്. എടത്വ പഞ്ചായത്തിൽ പക്ഷിപ്പനിയുടെ മറവിൽ നടന്ന ക്രമക്കേടിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. പഞ്ചായത്ത് സെക്രട്ടറി ലക്ഷങ്ങൾ കൈമാറിയത് ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഓരോ പഞ്ചായത്ത് മെമ്പറിനും നേരിട്ടാണ് എന്നുകൂടി മനസ്സിലാക്കാം. അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടായിട്ടും ക്രമക്കേടിൽ നടപടിയെടുക്കാതിരിക്കാനാണ് നീക്കം നടക്കുന്നത്. ക്വിന്റൽ കണക്കിന് വിറകെത്തിച്ചയാൾ വെറും വെള്ള പേപ്പറിലാണ് ബില്ല് എഴുതി കൊടുത്തത്. ഇന്റേണൽ വിജിലൻസ് അക്കമിട്ട് ഈ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയില്ല. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. ആ വിറകിന്റെ കേസ് അല്പം കുഴയുന്ന മട്ടാണല്ലോ. മെമ്പർമാർക്കൊക്കെ നേരിട്ടിങ്ങനെ പണം കൊടുക്കാൻ കഴിയുമോ? ഗുഡ് ഈവനിങ് സുജിയ. ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ രേഖകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് സുജിയ. അതായത് സാധാരണഗതിയിൽ പഞ്ചായത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊരു നടപടികളിലൂടെ ആയിരിക്കണം. പഞ്ചായത്ത് സെക്രട്ടറി പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ വഴി അതിൻ്റെ വൗച്ചർ വാങ്ങിവെച്ച് ആ നടപടികളിലൂടെ എല്ലാം ആയിരിക്കണം. പക്ഷേ പക്ഷിപ്പനി പടർന്നു പിടിച്ചപ്പോൾ എടത്വ പഞ്ചായത്ത് സെക്രട്ടറി ഇതൊന്നും ചെയ്തില്ല എന്നതാണ് സുജിയ. അതിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് 2 രൂപ 10 പൈസക്ക് കിട്ടിയിരുന്ന വിറക് അത് 8 രൂപ വരെ കൊടുക്കേണ്ടി വന്നു എന്നതാണ്. അതായത് 2 രൂപയ്ക്ക് കിട്ടിയ വിറക് വെറും 32 കിൻഡലും 8 രൂപയ്ക്ക് കിട്ടിയ വിറക് ഏതാണ്ട് 950 കിൻഡലും വാങ്ങിയെന്നാണ് കണക്ക്. ഈ 950 കിൻഡലിൽ തന്നെ പകുതി പോലും താറാവുകളെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇങ്ങനെ ഈ തട്ടിപ്പിനെതിരെ പ്രതികരിച്ച അവിടുത്തെ ജീവനക്കാരനെ 3 മാസം മുമ്പ് അവിടുന്ന് സ്ഥലം മാറ്റി. ഈ ക്രമക്കേട് മുഴുവൻ ചെയ്ത പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോഴും അവിടെ തുടരുകയാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇന്റേണൽ വിജിലൻസ് ഇതെല്ലാം കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കി. വലിയ ക്രമക്കേട് നടന്നുവെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു, വീഴ്ചയും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സംസ്ഥാനത്തേക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇതൊന്നും തെറ്റല്ല എന്ന നിലയിൽ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമമാണ്. അതിൻ്റെ ഫലമായി എടത്വ പഞ്ചായത്തിന് നഷ്ടമായത് ലക്ഷങ്ങളാണ്. ഇപ്പോഴും സെക്രട്ടറി അതേ പദവിയിൽ, അതേ പോസ്റ്റിൽ, അതേ പഞ്ചായത്തില്ലാതെ ഒതുക്കാൻ തദ്ദേശ വകുപ്പും കൂടി ശ്രമിക്കുകയാണോ? പണം കൈമാറിയത് ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല, വിറകിന്റെ ബില്ല് എഴുതി കൊടുക്കുന്നത് വെള്ള പേപ്പറിൽ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എടത്വ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അവിടെ ആ പഞ്ചായത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് തെളിയിക്കേണ്ടതുമാണ്. ആ വിറകിന്റെ കേസ് നമ്മൾ എന്തായാലും വെറുതെ വിടുന്നില്ല. പക്ഷിപ്പനിയുടെ മറവിലാണ് കേട്ടോ ഈ ക്രമക്കേട് നടന്നത്.